നമസ്കാരം. നമ്മളിൽ പല ആൾക്കാരും ഏറ്റവും കൂടുതൽ സംശയത്തോടു കൂടി പേടിയോടുകൂടിയൊക്കെ നോക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലെ സിബിൽ സ്കോറുകൾ. ശരിക്കും സിബിൽ സ്കോർ എന്തിനു വേണ്ടിയിട്ടാണ്, ആരാണ് ഈ സിബിൽ സ്കോർ നമുക്ക് നൽകുന്നത്, എന്താണ് സിബിൽ സ്കോറിൻ്റെ നമുക്കുള്ള ഗുണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ സിബിൽ സ്കോർ എങ്ങനെ നമുക്ക് ഉയർത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു മനുഷ്യന് മെഡിക്കൽ ആയിട്ട് ഒരു ലാബിൽ നിന്ന് ഒരു റിപ്പോർട്ട് കിട്ടുന്നെന്ന് കൂട്ടുക. അയാളുടെ ഹെൽത്തിന് ആ മെഡിക്കൽ റിപ്പോർട്ട് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ സിബിൽ സ്കോറുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആ മനുഷ്യൻ കൃത്യമായിട്ട് ലോണുകൾ അല്ലെങ്കിൽ EMIകളൊക്കെ കൃത്യമായിട്ട് അടക്കുന്നുണ്ടോ, അതിലെന്തെങ്കിലും വീഴ്ച വരുത്തുന്നുണ്ടോ, ഡേറ്റ് ഡിലേ ആവാറുണ്ടോ, ക്രെഡിറ്റ് കാർഡുകൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ പേയ്മെൻറ്റുകൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ, എത്രത്തോളം ലിമിറ്റാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഈ പറയുന്ന സിബിൽ സ്കോറിൽ ഉണ്ട് എന്ന് പറയാം. ഈ സിബിൽ സ്കോർ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകളായാലും NBFCs ആയാലും എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ അയാളുടെ അർഹത, ഒരു ലോൺ കിട്ടാനുള്ള അർഹത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരാളുടെ സിബിൽ സ്കോർ ആരാണിത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് ബ്യൂറോ ആണ് ആക്ച്വലി ഈ പറയുന്ന സിബിൽ സ്കോർ ഓരോരുത്തർക്കും അനുവദിച്ച് അല്ലെങ്കിൽ ഓരോരുത്തർക്കും കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞ ഒരു പ്രൈവറ്റ് ബ്യൂറോ ആണ്. ആക്ച്വലി അത് ട്രാൻസ് യൂണിയൻ ക്രെഡിറ്റ് ലിമിറ്റഡ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇക്യുഫാക്സ് കൊടുക്കുന്നുണ്ട്, CRIF കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്പാരിയൻ, ഇങ്ങനെയുള്ള 4-5 എന്താ പറയുക പ്രൈവറ്റ് ബ്യൂറോസ് ആണ് ഒരാളുടെ ഈ തരത്തിലുള്ള, അതായത് ക്രെഡിറ്റ് ലിമിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് സിബിൽ സ്കോറുകൾ ഓരോ ബാങ്കുകളിലേക്കും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും, ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും തന്നെ നമുക്ക് ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിന് തുല്യമായതോ ആയ പല കാര്യങ്ങളും നമുക്ക് കാണാം. ഇപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന രീതിയിൽ അമേരിക്കയിലൊക്കെ നമുക്ക് പല എന്ത് കാര്യത്തിനും അവിടെ യൂസ് ചെയ്യുന്ന രീതി കാണാൻ പറ്റും. ഇപ്പോൾ UAE പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് അൽ ഇത്തിഹാദ് ക്രെഡിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ, നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ അത് സിബിൽ സ്കോർ എന്ന രീതിയിൽ പറയുന്നു. ഇവിടെ സാധാരണയായിട്ട് ഒരു 300-നും 900-നും ഇടയിലാണ് സാധാരണയായിട്ട് ക്രെഡിറ്റ് സ്കോറുകളിൽ കാണാറുള്ളത്. അതുപോലെ തന്നെ ഈ 300-നും 900-നും എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ക്രെഡിറ്റ് സ്കോർ എങ്ങനെയാണ് ഒരു മനുഷ്യനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു 700-ഓ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ അത് നല്ലൊരു സ്കോറിംഗ് ആണ്. ഇനി ഒരു 600-നും 700-നൊക്കെ ഇടയിലാണെങ്കിൽ അതൊരു ആവറേജ് സ്കോറിംഗ് ആണ്. 600-ന് താഴെയും 300-ന് ഇടയിലുമൊക്കെ ആണെങ്കിൽ അത് വളരെ മോശം സ്കോറിംഗ് ആണ്. അവർക്ക് നല്ല രീതിയിലുള്ള ലോണുകൾ, പ്രത്യേകിച്ച് നാഷണലൈസ്ഡ് ബാങ്കുകളിലൂടെയൊക്കെയുള്ള ലോണുകൾ കിട്ടാൻ പ്രയാസമായിരിക്കും. ഇനി ലോണുകളൊന്നുമില്ല, ഒരു ഹിസ്റ്ററി ഇല്ലാത്ത മനുഷ്യനാണെങ്കിൽ സാധാരണയായിട്ട് ക്രെഡിറ്റ് സ്കോർ ഉണ്ടാകുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അതിനെ NH എന്ന് പറയും, അതായത് നോ ഹിറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് അതിനെ സാധാരണയായിട്ട് ഉൾപ്പെടുത്താറുള്ളത്. ഈ ക്രെഡിറ്റ് സ്കോറുകളെ പറ്റി പറഞ്ഞാൽ പല ആൾക്കാർക്കും അത് വലിയൊരു തലവേദനയാണ്, ചില ആൾക്കാർക്ക് വലിയൊരു അനുഗ്രഹമാണ്. അത് എങ്ങനെയാണ് ഈ ക്രെഡിറ്റ് സ്കോറുകൾ നമുക്ക് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് നിലവിലുള്ള ലോണുകൾ അതിൽ എത്രത്തോളം %, ഒരു 30 മുതൽ 50% വരെയൊക്കെ, അല്ലെങ്കിൽ ഒരു 60% വരെയൊക്കെ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് യൂസ് ചെയ്ത ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടെങ്കിൽ, അതിന് കൃത്യമായിട്ട് EMI ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ്, ചിലപ്പോൾ നമ്മൾ പലപ്പോഴും അറിയുന്ന കാര്യമാണ്, നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റുകളിലേക്കൊക്കെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് കൃത്യമാണെങ്കിൽ ഒക്കെ നല്ല രീതിയിലുള്ള ക്രെഡിറ്റ് സ്കോറുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഈ പറയുന്ന നമ്മുടെ സിബിൽ സ്കോറുകൾ നല്ലതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി, കൃത്യമായിട്ട് ഫൈനാൻഷ്യലി അവരുടെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കൃത്യമായ EMI, കൃത്യമായ അടവുകളൊക്കെ കൃത്യമായി ചെയ്യുന്ന വ്യക്തിക്ക് കൂടുതൽ ലോൺ കിട്ടാൻ ഇത് സഹായിക്കും. ഇനി ഇങ്ങനെ ഡിഫോൾട്ട് വരുത്തുന്ന അല്ലെങ്കിൽ അടവ് കൃത്യമായിട്ട് അല്ലാതെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോൺ കിട്ടാൻ പ്രയാസമായിരിക്കും. പക്ഷേ അതെങ്ങനെയാണ് ഗുണം ചെയ്യുന്ന ഒരു എക്കോണമീനെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ടിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാതൊരു റിപ്പോർട്ടും ഇല്ലാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ലോൺ തരുന്ന ബാങ്കുകൾ കുറച്ച് കഴിഞ്ഞാൽ പൂട്ടിപ്പോകേണ്ട ഒരു അവസ്ഥ വരും. കാരണം ആൾക്കാർ തിരിച്ചടവില്ല എന്നൊക്കെ പറഞ്ഞാൽ. സോ ഒരു വ്യക്തിക്ക് എത്രത്തോളം കിട്ടാൻ അർഹതയുണ്ടോ അത് കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡിനെ കാണാൻ പറ്റും. ഇനി ഈ ക്രെഡിറ്റ് കാർഡിന് നമ്മുടെ സ്കോറുകൾ കൂട്ടാൻ പറ്റുമോ? ഇതിൽ ഫസ്റ്റത്തെ കാര്യം, ഇതൊരു പ്രൈവറ്റ് ഏജൻസി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ നിങ്ങളെ ഇടയുണ്ട്. അതായത് പലപ്പോഴും പറയുന്ന പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ സിബിൽ സ്കോർ നമ്മൾ വർദ്ധിപ്പിച്ചു തരാം എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നടക്കോ ഇല്ലയോ എന്നറിയില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ അവർ വീണ്ടും ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കുന്ന കാര്യം തന്നെയാണ്. അവർ വീണ്ടും ഒരു ലോൺ എടുക്കാൻ പറയും, അതിൻ്റെ EMI അടക്കുക, അതിന് വേണ്ടിയിട്ടൊരു പേയ്മെൻറ്റ് അവർക്ക് കൊടുക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ ഒരു ലോണുള്ള വ്യക്തിയാണെങ്കിൽ ആ ലോണിൻ്റെ അടവുകൾ കൃത്യമായിട്ട് അടക്കുക. ഇപ്പോൾ നിങ്ങളൊക്കെ വണ്ടിയിലൊക്കെ പെട്രോൾ അടിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും.
ഈ പെട്രോൾ അടിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് ക്യാഷ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡൊന്നും ഇല്ലാതെ നമ്മൾ പോകുന്നത് കൂട്ടുക. നമ്മൾ ഐദർ GPay വഴിയോ അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് ആയിട്ടോ ആണ് പേയ്മെൻറ്റ് ചെയ്യുക. അത്ര തന്നെ പെട്രോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ EMI വരും. ആ കൃത്യമായ ദിവസം നിങ്ങൾ ഓൾറെഡി കൊടുക്കേണ്ട കാശായിരുന്നു, അത് നിങ്ങൾ മാറ്റി വെച്ചതായിരുന്നു. ആ ഒരു ഉറപ്പോട് കൂടി തന്നെ നിങ്ങൾ ആ ഒരു പേയ്മെൻറ്റ് മുഴുവനായി ചെയ്യുക. അങ്ങനെ ഒരു 3-4 മാസം നിങ്ങൾ ആ നല്ല ട്രാക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റൊക്കെ കൃത്യമായിട്ട് ഒരു 30-50-60% നിർത്തുക, EMI കൃത്യമായിട്ട് അടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ക്രെഡിറ്റ് സ്കോർ വീണ്ടും ഉയർന്നു പോകുന്നതാണ്. അതിന് പ്രത്യേകിച്ചിട്ട് ഒരു ഇല്ലീഗൽ അല്ലെങ്കിൽ എന്താ പറയുക ഇത് ചെയ്തു തരാമെന്ന് പറയുന്ന ടീമിനെയും നിങ്ങൾ സമീപിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വളരെ ക്ലിയറായി പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു 2-3-4 മാസത്തിനുള്ളിൽ അത് സ്വയമേവ ഉയർത്താൻ പറ്റുന്നതേ ഉള്ളൂ.